ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവരെ സേവിക്കാൻ അവസരം ലഭിക്കുന്നവർ സുകൃതം ചെയ്തവരാണെന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട്. ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂളിന്റെ ശലഭോത്സവം 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവരെ സേവിക്കാൻ അവസരം ലഭിക്കുന്നവർ സുകൃതം ചെയ്തവരാണെന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് പറഞ്ഞു. ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരും ഏറ്റവും ഭാഗ്യശാലികളാണെന്നും അവർ സ്വർഗപ്രവേശനത്തിന് അർഹരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂളിന്റെ ശലഭോത്സവം 25 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുപോലെ ധന്യമായ ഒരു പരിപാടി എനിക്ക് ആദ്യമാണ്. ഇതിനു മുൻപ് ഇത്രയും ധന്യമായ ഒരു പരിപാടി ഞാൻ പങ്കെടുത്തിട്ടില്ല. അതിന് കാരണം വിശദീകരിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നിരിക്കുന്ന രക്ഷിതാക്കൾ, അവരിൽ പലരും തങ്ങളുടെ ജീവിതം തങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചവരാണ്. ദൈവം കുറച്ചു കാലത്തേക്ക് നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവിതകാലം, അത് ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഒരു പരീക്ഷണം പോലെ നിങ്ങൾക്ക് ലഭിച്ച ഈ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അതിനപ്പുറമുള്ള ഒരു ത്യാഗം വേറെയില്ല. ജീവിതകാലത്ത് നമ്മൾ കാണുന്ന ഒരുപാട് ആളുകൾ അടിച്ച് പൊളിച്ച് നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. മറ്റു പല ആളുകളും പലപ്പോഴും ചുറ്റുപാട് നിരീക്ഷിക്കാതെ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത്, ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ പിഞ്ചു മക്കൾക്ക് വേണ്ടി രാത്രിയും പകലും വേദന കടിച്ചിറക്കിക്കൊണ്ട് ആ വേദന ഹൃദയത്തിൻ്റെ നെഞ്ചിലേക്ക് സ്വയം ആവാഹിച്ചെടുത്തുകൊണ്ട് അതിൽ സംതൃപ്തി കൊണ്ട് ജീവിക്കുന്ന രക്ഷിതാക്കൾ, ഈ സ്ഥാപനത്തിലെ അധ്യാപകർ, ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന ഇതിൻ്റെ മാനേജ്മെന്റ്, ഇതിൻ്റെ ഡയറക്ടർ ബോർഡ്, അതുപോലെ ഏറ്റവും കൂടുതൽ കരുണ അർഹിക്കുന്ന ഇതിൻ്റെ പാരൻസിനോട് എനിക്ക് ചെറിയ 1-2 കാര്യം പറയാനുണ്ട്. നിങ്ങൾ നിരാശരാകേണ്ട ആവശ്യമില്ല. മനുഷ്യന്റെ ശരീരം, ആത്മാവും ശരീരവും, ജീവിതം ഈ രണ്ടും കൂടി ചേർന്നതാണ്. ആത്മീയത ഒരു ഭാഗത്തുണ്ട്, അത് ആത്മാവിൻ്റെ ഭാഗമാണ്. അതുപോലെ ശരീരമുണ്ട്. ശരീരത്തെ നോക്കുന്നത് ഡോക്ടർ എം.ആർ. നമ്പ്യാരെ പോലുള്ള ഡോക്ടർമാരാണ്. ആത്മീയത നോക്കുന്നത് സ്വാമിജിയെ പോലുള്ള, അതല്ലെങ്കിൽ ആത്മീയമായ പരിവേഷമുള്ള സ്പിരിച്വൽ ലീഡേഴ്സാണ് ഇത് നോക്കുന്നത്. റോട്ടറി കാഞ്ഞങ്ങാട് പ്രസിഡന്റ് ജയേഷ് ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. റോട്ടറി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ബീന സുകു റിപ്പോർട്ട് അവതരണം നടത്തി. 2025-26 വർഷത്തെ വൊക്കേഷണൽ വിഭാഗത്തിൽ മികവ് തെളിയിച്ച കുട്ടികൾക്കുള്ള അവാർഡ് ദാനം നടന്നു. നല്ലൊരു കയ്യടി കൊടുക്കണം. ശ്രീ കെ അബ്ദുൽ ഖാദർ സർ. ഫൗണ്ടർ ട്രസ്റ്റീസിനുള്ള ആദരവും നടന്നു. H.H. സ്വാമി മുക്താനന്ദ ആനന്ദാശ്രമം ഫൗണ്ടർ ട്രസ്റ്റീസിനുള്ള ആദരവ് നൽകി. ആവിഷ്കാരമാണ് നമ്മുടെ സ്കൂൾ. 35 കൊല്ലത്തെ പ്രയാണം തികച്ചും എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്. അതിൽ നിന്ന് ആവേശമുള്ളതാണ്. കാരണം ഇത് മറ്റുള്ള സ്കൂൾ മാതിരിയല്ല. ഇത് ഏറ്റവും ഏറ്റവും അർഹിക്കുന്നതായ ഒരു വിഭാഗത്തിനെ നമ്മളെ കൂടെയുള്ള ഒരു സൃഷ്ടിയായി കണക്കാക്കി നമ്മൾ അനുഭവിക്കുന്നതെല്ലാം പരിധി വരെയെങ്കിലും അനുഭവിക്കണമെന്ന് തോന്നുന്ന ആ തീവ്രമായ സങ്കല്പത്തിൻ്റെ ശുദ്ധതയുടെ, ആത്മാർത്ഥതയുടെ ഒരു ആവിഷ്കാരമാണ് ഈ സ്കൂള്. ഡോക്ടർ എം.ആർ. നമ്പ്യാർ സ്വാഗതവും ഗജാനൻ കാമത്ത് നന്ദിയും പറഞ്ഞു. പി. സുബൈർ, ബിന്ദു, ബീന സുകു, നർമ്മദ ജയേഷ്, കെ.എം. വിജയകൃഷ്ണൻ, ഗജാനൻ കാമത്ത്, ജയേഷ് കെ. ജനാർദ്ദനൻ, ഡോക്ടർ മഞ്ജുനാഥ് പൈ, എൻ. സുരേഷ്, ഡോക്ടർ എം.ആർ. നമ്പ്യാർ, എം.സി. ജേക്കബ്, വി.കെ.എ. കരീം, കെ.ആർ. ആൽബർട്ട്, കെ. അബ്ദുൽ ഖാദർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.